നമസ്കാരം. നമ്മളിന്ന് ഖുറാനെ ഒരു പുതിയ രീതിയിൽ സമീപിച്ചാലോ? പുതിയ രീതി എന്ന് പറയുമ്പോൾ അതായത് അതൊരു നിയമപുസ്തകം അല്ലെങ്കിൽ ചരിത്രം അങ്ങനെ മാത്രം കാണാതെ ദൈവവുമായിട്ടൊരു നേരിട്ടുള്ള സംഭാഷണം പോലെ അങ്ങനെ അനുഭവിച്ചാലോ? ഓക്കെ, ഒരു സംഭാഷണം. ഇൻട്രസ്റ്റിംഗ്. അതെ. അതിന് നമ്മുടെ കയ്യിൽ 2 സോഴ്സസ് ഉണ്ട്. ഒരു യൂട്യൂബ് വീഡിയോ, പിന്നെ ഖുറാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു ലേഖനം. ശരി. ആ പോഡ്കാസ്റ്റ് വിത്ത് ഗോഡ് സൂറ അൽ ഫാത്തിഹ എന്ന വീഡിയോയും ഖുറാനുമായുള്ള ബന്ധം, ദൈവവുമായുള്ള സംഭാഷണം എന്ന ലേഖനവും. അത് തന്നെ. ചിലപ്പോൾ ലൈഫിൽ ഭയങ്കര ഭാരം തോന്നും, ദൈവവുമായിട്ടൊരു കണക്ഷൻ വേണം എന്നൊക്കെ തോന്നും. പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം, സാധാരണമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സംഭാഷണ രീതി ഒരു പക്ഷേ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. വെറുതെ ഇൻഫർമേഷൻ തരികയല്ല, അല്ല, മറിച്ച് ദൈവം നിങ്ങളുമായിട്ടൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു സംഭാഷണം തുടങ്ങുകയാണ്. ഒരു സംഭാഷണത്തിന് തുടക്കമിടുന്നു. അതെ, ലേഖനം പറയുന്ന പോലെ ഇത് വെറും വായനയല്ല, ദൈവത്തെ ശ്രദ്ധിക്കലാണ്, അതുപോലെ തിരിച്ച് അങ്ങോട്ടും സംസാരിക്കലാണ്. ശരിയാണ്. അപ്പോ ഈ ഒരു രീതി ഖുർആൻ അനുഭവത്തെ എങ്ങനെ മാറ്റുന്നു, അതാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ആ യൂട്യൂബ് വീഡിയോ അവർ സൂറത്തുൽ ഫാത്തിഹ, അതായത് ഖുർആനിലെ ആദ്യത്തെ അധ്യായം, അതൊരു ഈ സംഭാഷണത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ടാണ് കാണിക്കുന്നത്. ഫാത്തിഹ, അതെ. ഓരോ ആയത്തും സംഭാഷണത്തിന്റെ ഓരോ സ്റ്റെപ്പ് പോലെയാണ്. തുടങ്ങുന്നത് തന്നെ നോക്കൂ, ഏറ്റവും കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ. ശ്രദ്ധിച്ചോ, ശിക്ഷയോ അല്ലെങ്കിൽ ശക്തിയോ ഒന്നുമല്ല ആദ്യം വരുന്നത്, കാരുണ്യമാണ്. ദൈവം ആ സംഭാഷണത്തിനു വേണ്ടി ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് കാരുണ്യമാണ്. കറക്റ്റ്. ആ ഒരു തുടക്കം അത് തന്നെ ഈ ലേഖനത്തിൽ പറയുന്ന ആശയത്തിന് ഒരു അടിവരയിടുന്നുണ്ട്. എങ്ങനെ? അതായത് ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നത് കാരുണ്യത്തിലൂടെയാണ്. ഒരു സംഭാഷണത്തിൽ ഒരു വാം വെൽക്കം പോലെയാണത്. അധികാരത്തിന്റെ ഒരു ടോണിലല്ല സംസാരം തുടങ്ങുന്നത്. ശരിയാണ്. അടുത്തത്, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന് സ്തുതി. ഇവിടെ ദൈവം ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ മാത്രം ദൈവമല്ല, എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവ്. അവിടെ ഈ യൂണിവേഴ്സാലിറ്റി, ആ സാർവത്രികത പ്രധാനമാണ്. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈ ലേഖനം പറയുന്ന ആ ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ആശയവുമായിട്ട് ഈ സാർവത്രികത എങ്ങനെയാ ചേരുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതെ, നല്ല ചോദ്യമാണ്. ഒരു പക്ഷേ ദൈവം എല്ലാവരുടെയും രക്ഷിതാവാണെങ്കിലും ഓരോ വ്യക്തിയോടും ഒരു പേഴ്സണൽ കണക്ഷൻ പോസിബിൾ ആണ് എന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും പരമകാരുണികനും കരുണാനിധിയും എന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലേ? അതെ, ആവർത്തനം. യൂണിവേഴ്സാലിറ്റിക്കുള്ളിലും ആ പേഴ്സണൽ ടച്ച്, ആ കാരുണ്യം ഉണ്ട് എന്ന് വീണ്ടും ഉറപ്പിക്കുന്നു. കൃത്യം. കാരുണ്യത്തിന്റെ ഈ ഊന്നൽ അത് പ്രധാനമാണ്. ലേഖനം പറയുന്നതും അതുതന്നെ. ദൈവം ആ വ്യക്തിപരമായ ബന്ധം ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഒരു തെളിവായിട്ട് ഇതിനെ കാണാം. വെറുതെ പറഞ്ഞു പോവുകയല്ല, ഉറപ്പിക്കുകയാണ്. എന്നാ പിന്നെ കാരുണ്യം മാത്രമല്ലല്ലോ അവിടെയുള്ളത്. അടുത്തത് വരുന്നത് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണ്. നീതി, ഉത്തരവാദിത്വം, നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കോൺസിക്വൻസ് ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. തീർച്ചയായും. കാരുണ്യവും നീതിയും, ഈ ഒരു ബാലൻസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംഭാഷണത്തിൽ ദൈവം തന്റെ ക്യാരക്ടറിന്റെ 2 പ്രധാനപ്പെട്ട വശങ്ങൾ അവിടെ വ്യക്തമാക്കുകയാണ്. അതെ, സംഭാഷണത്തിന്റെ ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ റെസ്പോൺസാണ്. നമ്മൾ ഇടപെടുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതൊരു കംപ്ലീറ്റ് സറണ്ടറാണ്. അതോടൊപ്പം നമ്മുടെ ലിമിറ്റേഷൻസ് തിരിച്ചറിഞ്ഞ് സഹായം ചോദിക്കലുമാണ്. നമ്മൾ ആ സംഭാഷണത്തിൽ ആക്റ്റീവ് ആവുകയാണ്. അവിടെയാണ് ലേഖനം പറയുന്ന ആ പങ്കാളിത്തം വരുന്നത്, അല്ലേ? അതെ. ഇതൊരു വൺ സൈഡ് പ്രസന്റേഷൻ അല്ല. നമ്മൾ ദൈവത്തോടു റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മൾ ചോദിക്കുന്നു, സംഭാഷണത്തിൽ നമ്മളും ഭാഗമാവുന്നു. ലേഖനം പറഞ്ഞ പോലെ ദൈവത്തോട് തിരിച്ചു സംസാരിക്കാൻ തുടങ്ങുന്ന ആ ഒരു മൊമെന്റ്. എക്സാക്ട്ലി. അതിനുശേഷം നമ്മുടെ പ്രധാന ആവശ്യം വരുന്നു, ഞങ്ങളെ നീ നേർമാർഗത്തിൽ നയിക്കണമേ. ജീവിതത്തിൽ ഒരു ഡയറക്ഷൻ കിട്ടാതെ വരുമ്പോൾ വഴികാട്ടാനുള്ളൊരു അപേക്ഷ. ശരിയാണ്, ആ മാർഗദർശനത്തിനായുള്ളൊരു തേട്ടം. അതാണൊരു പക്ഷേ ഈ സംഭാഷണത്തിന്റെ ഒരു കാതലെന്ന് പറയാം. ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത്. അവസാനം ആ നേർമാർഗം ഏതാണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, അല്ലാതെ കോപത്തിനിരയായവരുടെയോ വഴിപിഴച്ചവരുടെയോ മാർഗത്തിലല്ല.
റൈറ്റ്. അപ്പോൾ ശരിയായ വഴി ഏതാണ്, തെറ്റായ വഴി ഏതാണ് എന്നൊക്കെ ഉദാഹരണ സഹിതം പറയുന്നു. അതെ. അപ്പോൾ ഈ ഫാത്തിഹയുടെ ഒരു സ്ട്രക്ചർ നോക്കിയേ. ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നു, കാരുണ്യം, സാർവത്രികത, നീതി. പിന്നെ നമ്മൾ പ്രതികരിക്കുന്നു, ആരാധന, സഹായം തേടൽ. നമ്മൾ ആവശ്യപ്പെടുന്നു, മാർഗദർശനം. ദൈവം അത് വ്യക്തമാക്കുന്നു. ശരിക്കും ഒരു സംഭാഷണത്തിന്റെ ഫ്ലോ തന്നെ ഉണ്ട് ഇതിന്, അല്ലേ? ഉണ്ട്. ലേഖനം പറയുന്ന ആശയം, അതായത് ഖുറാൻ വായിക്കുമ്പോൾ ദൈവത്തോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുക, ഓരോ ആയത്തിലും കുറച്ചുനേരം നിർത്തി ആലോചിക്കുക, ആ സംഭാഷണം തുടരാൻ ശ്രമിക്കുക, അതൊക്കെ ഫാത്തിഹയിലൂടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ ഒരു 3 പ്രധാന കാര്യങ്ങൾ നമുക്കിതിൽ നിന്നെടുക്കാം. ഒന്ന്, ഖുറാന് ഒരു സംഭാഷണ രൂപത്തിലുള്ളൊരു ഘടനയുണ്ട് എന്നത്. 2, ദൈവം സംഭാഷണം തുടങ്ങുന്നത് കാരുണ്യത്തിൽ ഊന്നിയാണ് എന്നത്. 3, ഈ സംഭാഷണത്തിൽ നമ്മുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം എന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുറാനെ ദൈവത്തിൽ നിന്നുള്ള കുറെ ഇൻഫർമേഷന്റെ ഒരു കളക്ഷനായിട്ട് മാത്രം കാണുന്നതിന് പകരം ദൈവവുമായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഡയലോഗ്, ഒരു സംഭാഷണമായിട്ട് സമീപിക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എന്ത് മാറ്റമാണ് വരിക, അതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. സൂറത്തുൽ ഫാത്തിഹ അതിന്റെ ഒരു ചെറിയ മോഡൽ കാണിച്ചു തന്നു. ലക്ഷ്യം വെറും അറിവ് നേടലല്ല, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കലാണ്. തീർച്ചയായും. അപ്പോൾ ഈ സ്രോതസ്സുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്: ഖുറാനെ ഒരു സംഭാഷണമായിട്ടൊന്ന് സമീപിച്ചു നോക്കുക. അങ്ങനെ കേൾക്കാൻ ശ്രമിച്ചാൽ, വെറും വാക്കുകൾ എന്നതിനപ്പുറം ഒരു സംഭാഷണമായിട്ട് അനുഭവിച്ചാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം? ലേഖനം പറയുന്ന ഒരു ചോദ്യം ചോദിക്കൽ രീതിയുണ്ടല്ലോ, വായിക്കുമ്പോൾ ദൈവത്തോട് തിരിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന രീതി, അതൊന്ന് ട്രൈ ചെയ്യാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.